ഓക്കെ, ഒരു ബോൾട്ട് ഊരി പോന്നിട്ടുണ്ട്. അടുത്തത് ഇവിടെ ഒരു പിന്നുണ്ടാവും. പിന്നുകൊണ്ട് ഊരി കഴിഞ്ഞാൽ അടിയിലും ശരിക്കും ബോൾട്ട് വരും. നമ്മുടെ എയർ ഫിൽറ്ററാണ്. ഇത് അയച്ചു നോക്കണം. നമുക്ക് വണ്ടി റീസ്റ്റോർ ചെയ്ത സമയത്ത് ഫുള്ള് കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ എയർ ഫിൽറ്റർ ഇട്ട് കൊടുക്കാം. കാർബറേറ്റർ ഓക്കെ, കാർബറേറ്ററിലേക്ക് പോന്നു. ഓക്കെ, ഇത് കണ്ടിട്ട് 50 ആണ് എന്നാണ് എൻ്റെ ഒരു പിസ്റ്റൺ സൈസ് കണ്ടിട്ട് തോന്നുന്നത്. എൻ്റെ പൂവൻ്റെ മക്കളെ, ഈ സാധനം കിട്ടാനായിട്ട് ഞാൻ ഒരു 3/4 മണിക്കൂർ ഇരുന്ന് മെനക്കെട്ട് കേട്ടോ. ലാസ്റ്റ് ഗ്രൈൻഡർ വെച്ച് ത്രെഡ് പോയതുകൊണ്ട് ഗ്രൈൻഡർ വെച്ച് മൈനസ് ആക്കിയിട്ട് മൈനസിൻ്റെ റിബിറ്റ് ഇട്ടിട്ട് ഇട്ടാണ് ഇതിൻ്റെ ടോർക്ക് പൊട്ടിയുണ്ട്. എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഇൻറ്റീരിയർ പാർട്സ് മൊത്തം ഇതിലുണ്ട്. എക്സ്റ്റീരിയർ പുറത്ത് കൊടുക്കുന്നുണ്ട്. അതോ ഓക്കെ, നമുക്ക് വയറിംഗ് കിറ്റ് ഇത് പുതിയ ഇടണം കേട്ടോ. വയറിംഗ് കിറ്റ് കംപ്ലീറ്റ് ഒരു വിധത്തിൽ പരിപ്പായിന്. കുറേ കാലമായി നമ്മൾ നമ്മുടെ ഗ്രീൻ ബീസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടും അതേപോലെ തന്നെ വർക്ക് എടുക്കണം എന്നുള്ളത് നിങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാതെ നമ്മൾ അതിൻ്റെ വർക്കിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഒന്നും നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഫ്രീ ടൈം കിട്ടിയത് കൊണ്ടും നമ്മളിന്ന് നമ്മുടെ വണ്ടി കംപ്ലീറ്റ് അയച്ച് സെറ്റാക്കി വെക്കാൻ പോവാണ്. അതായത് ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചേസ് കാര്യങ്ങളൊക്കെ, നമ്മുടെ ബ്രേക്കിൻ്റെ പെഡലും കാര്യങ്ങളൊക്കെ ഓവർ ഷേപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ സംഭവങ്ങളൊക്കെ മാറാനായിട്ടുണ്ട്. വണ്ടിയുടെ ടോട്ടൽ ലുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തു മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമ്മളിന്ന് വണ്ടി കംപ്ലീറ്റ് പീസാക്കി അയക്കാൻ പോകട്ടോ. എഞ്ചിനും കാര്യങ്ങളൊക്കെ സിലിണ്ടർ കാര്യങ്ങൾ മാറാനായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒക്കെ ഓടിയിട്ട് വേണം അത് മാറാനായിട്ട്. അപ്പോൾ അത് ആ ഒരു വർക്ക് നമ്മളിപ്പോൾ ചെയ്യണില്ല. ബാക്കിയുള്ള എല്ലാ വർക്കും, പെയിൻറ്റിങ് വർക്ക്, അതുപോലെ തന്നെ വണ്ടി കംപ്ലീറ്റ് 3 ഇഞ്ച് ഹൈറ്റ് മാത്രമേ നമ്മൾ ഈ ഒരു വാഹനത്തിൽ വെക്കുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് സ്റ്റോക്കാക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ ആരും ചെയ്യാത്ത രൂപത്തിലാണ് നമ്മൾ വണ്ടി ഇറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കളറും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ആരും ചെയ്യാത്ത ഒരു കളറും കൂടി ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്കിവിടെ പെയിൻറ്റിങ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പക്ഷേ തുരുമ്പ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. സ്പെയർ പാർട്സിനും കാര്യങ്ങൾക്കൊക്കെ തുരുമ്പ്, എക്സ്ട്രാ ഫിറ്റിങ്സിനും കാര്യങ്ങൾക്കൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം വണ്ടിയുടെ ഇപ്പോൾ ഒരു അപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥ. റോഡ് സൈഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒച്ചയും വിളിയും കേൾക്കണത് കേട്ടോ. അതിൽ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ആക്കി വെച്ചിട്ടുണ്ട്. ടാങ്കും ഞാൻ വേറൊരു ആവശ്യത്തിന് എണ്ണ ഊറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെ വേറെ വണ്ടി സ്റ്റാർട്ടാവാത്ത സമയത്ത് ഇതോടുക്കനെ എടുത്തിട്ട് വേറെ വണ്ടിയിൽ ഫിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊരി വെച്ചാട്ടോ സീറ്റ് കാര്യങ്ങളൊക്കെ. ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ? ചേസ് കാര്യങ്ങളൊന്നും ഒരു 1.5 വർഷമായിട്ടും വലിയ കുഴപ്പങ്ങളില്ല. ഈ ഒരു ഇന്നർ മർഗാർഡ് മാറണം, ഈ ഒരു മർഗാർഡ് മാറണം, അതുപോലെ തന്നെ ബാക്കത്തെ കരിയർ മാറണം, ഈ RX-ൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, സാരി ഗാർഡ് മാറണം. ഒരുപാട് പാർട്സുകൾ, അത്യാവശ്യം എല്ലാ പാർട്സുകളും ഞാൻ മാറും. അതുപോലെ തന്നെ ബാറാൻഡിൽ ഒഴിവാക്കും, ക്വിക്ക് ത്രോട്ടിൽ ഇതിൽ തന്നെ നിലനിർത്തും. അതേപോലെ തന്നെ 3 ഇഞ്ച് ഹൈറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കംപ്ലീറ്റ് നമുക്ക് സ്റ്റോക്ക് ആകണം. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ സംഭവം ഉണ്ടോ കാണിച്ചു തരാം. ഉണ്ടോ, ഇത് റിട്ടേൺ വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ പിന്നിടുന്ന ആ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു തേയ്മാനം വന്ന് ഓവൽ ഷേപ്പ് ആയതാണ്. അപ്പോൾ അതൊക്കെ റെഡി ആക്കണം. ചേസസ് വെൽഡ് ചെയ്യണം. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. ചേസ് കാര്യങ്ങളൊന്നും ബെൻഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ അത് തേയ്മാനം പല വണ്ടികൾക്കും വരാറുണ്ട്. അതേപോലെ നമ്മൾ വണ്ടിക്കും വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, മീറ്റർ കേസിൻ്റെ ഇവിടെ RX-ൻ്റെ കിങ്ങിൻ്റെ മിറർ നമ്മളിതിൽ വെക്കിട്ടോ. അതേപോലെ തന്നെ ക്ലച്ച് കവർ രണ്ടും 5 സ്പീഡിൻ്റെയോ അല്ലെങ്കിൽ കിങ്ങിൻ്റെ കവറും ആക്കണം. അതുപോലെ തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫുള്ള് 5 സ്പീഡ് ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഫുൾ 5 സ്പീഡ് ആക്കും, അല്ലെങ്കിൽ 4 സ്പീഡിൽ തന്നെ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പവർ ഉണ്ട് വണ്ടി. അപ്പോൾ അത് തന്നെ സിലിണ്ടർ തേയ്മാനം നല്ല രീതിയിൽ തേയ്മാനം വരുന്നവരെ നമ്മളതുപോലെ യൂസ് ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ കഴിയില്ല. അതിൻ്റെ ചോക്ക് കേബിളും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാട്ടോ. കാറ്റ് കാര്യങ്ങളൊക്കെ നിക്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാറ്റ് പെയിൻ്റ് അടിക്കാനുണ്ട്. അത്യാവശ്യം സ്പെയറുകളൊക്കെ മാറാനുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുന്ന കുറേ ദിവസമായിട്ട് ഞാൻ ഷോപ്പിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് തുരുമ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഫുൾ കംപ്ലീറ്റ് അയക്കുന്ന വീഡിയോ ആയിരിക്കും. പട്ടിപ്പണിയാണ്, സത്യം പറഞ്ഞാൽ പട്ടിപ്പണിയാണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. അതിന് ടൂൾസ് കാര്യങ്ങളൊക്കെ നടത്താം. മെഷീനറീസ് കാര്യങ്ങളൊക്കെ, നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ അയക്കാനുള്ള മെഷീനറീസ്, ടൂൾസ് കാര്യങ്ങൾ ഫുള്ള് നടത്തണം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അയച്ചു തുടങ്ങാം. പരിപാടി തുടങ്ങാം. ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കി
പണിയെടുക്കുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടെടുക്കാൻ പണിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കി സെറ്റായിട്ട് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വണ്ടിയൊക്കെ അയക്കുന്ന സമയത്തും അതിൽ റീസെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലുള്ള ഗ്ലൗസുകൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കാരണം കയ്യിലാവുന്നതിന് ഉപരി സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ നെട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൈയൊക്കെ തട്ടി പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഗ്രീസും കാര്യങ്ങളൊക്കെ നഖത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലച്ചും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റേ കവറുണ്ടല്ലോ, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് കവറും യൂസ് ചെയ്യാറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത് കേട്ടോ. മാക്സിമം നമ്മുടെ വൃത്തി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് കഥ പറഞ്ഞിരിക്കാതെ പരിപാടി തുടങ്ങാം. വോയിസ് കറക്റ്റ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ RX പണിയെടുക്കുക, RX അയക്കുക, അതുപോലെ തന്നെ എൻജിൻ റീസെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ചടങ്ങ് പരിപാടി കേട്ടോ. ചടങ്ങ് പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മൾ കുടുങ്ങിപ്പോവും. നമുക്ക് അറിയുന്ന പണി തന്നെ ആയിരിക്കും, പക്ഷേ അങ്ങനെ ആലോചിച്ചൊരു കുറേ സമയം പോവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി പക്ക പാലക്കാട് ഭാഗത്തു നിന്ന് റീസ്റ്റോർ ചെയ്തിട്ട് ഒരു 100 വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് വണ്ടി കംപ്ലീറ്റ് എൻജിനും കാര്യങ്ങളൊക്കെ സാധാരണ ഒരാഴ്ച ഓടിക്കഴിഞ്ഞാൽ നെട്ടും ബോൾട്ടൊക്കെ ലൂസാവും. അപ്പോൾ അതും അതേപോലെ തന്നെ മെയിൻ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വണ്ടി വലിയുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ എന്നാൽ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഷോപ്പിലേക്ക് എത്തി. അപ്പോൾ വണ്ടി 2-3 ഷോപ്പുകൾ നമ്മുടെ മലപ്പുറം ഏരിയയിൽ, ഞാൻ ആരും കുറ്റം പറയല്ല കേട്ടോ, മലപ്പുറം ഏരിയയിലുള്ള ഷോപ്പുകളിൽ വണ്ടി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം, അവനോട് പറഞ്ഞിട്ടുള്ളൊരു പ്രോബ്ലം സിലിണ്ടർ മാറണം എന്നുള്ളതാണ്. സിലിണ്ടറിൻ്റെ പ്രശ്നം കൊണ്ടാണ് വലിയില്ലാത്തത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി എത്തി. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയ പ്രോബ്ലം സിലിണ്ടർ ഒന്നുമല്ല. സിലിണ്ടറൊക്കെ പക്ക, റിങ്സോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല. സിലിണ്ടറൊക്കെ പക്ക 100ൻ്റെ ജെനുവിൻ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ സ്ലീവ് ആണെങ്കിൽ കൂടി ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലീവ് അടിച്ചതുകൊണ്ടാണ് വണ്ടി വലിയാത്തത്. അപ്പോൾ അതുകൊണ്ട് സ്ലീവ് അല്ലാത്ത നല്ല അത്യാവശ്യം വില പിടിപ്പുള്ള 15,000 രൂപയ്ക്കൊക്കെ സിലിണ്ടർ മാറിയിട്ട് സെറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സൈലൻസറും കാര്യങ്ങളൊക്കെ ഊരിയിട്ടാണ് കേട്ടോ ചെക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ ഓടിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ത്രോട്ടിലിൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ ത്രോട്ടിൽ നമ്മളിപ്പോൾ പിടിച്ച് തിരിക്കുന്ന സമയത്ത് ഇത്ര തിരിക്കുന്ന ത്രോട്ടിൽ, അതായത് നമ്മൾ എത്രയാണോ ത്രോട്ടിൽ തിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കുമല്ലോ വണ്ടിയുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പയ്യൻ്റെ വണ്ടിയിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ ഒരു പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രോട്ടിൽ തിരിയുന്നില്ല, കേബിൾ തിരിയാതെ ത്രോട്ടിൽ ജാമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എത്രയാണോ ത്രോട്ടിൽ ജാമായി നിൽക്കുന്നത് അതിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കംപ്ലയിൻറ്റ്സ് അതായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കുറച്ചുകൂടെ നമുക്ക് പവർ വേണമെന്നുണ്ടെങ്കിൽ ഡൊമിനോ ത്രോട്ടിൽ ഡൊമിനോ ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡൊമിനോ ചെയ്ത്, അതേപോലെ തന്നെ ക്ലച്ചിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ക്ലച്ചിന് ഗിയർ ടൈറ്റുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലച്ച് കുറച്ച് ടൈം ഞാൻ എടുത്തിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ചെയ്തു. ലിവർ അയച്ചു നോക്കിയിട്ട് ലിവർ കാര്യങ്ങളൊക്കെ, അത് സിംഗിൾ ലിവർ ആയിരുന്നു. ആ ലിവറും കാര്യങ്ങളൊക്കെ ജെനുവൻ സ്പെക്കിലേക്ക് മാറ്റിയിട്ടും ഗിയർ ടൈറ്റ് പ്രശ്നം വന്നില്ല. അങ്ങനെ 1 മണിക്കൂർ ഞാൻ ഒരു 1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ചെയ്ത് നോക്കി ലാസ്റ്റ് ഇത് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരാൾ റീസ്റ്റോർ ചെയ്ത സമയത്ത് പക്ക ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു സ്പെക്കും കാര്യങ്ങളും നോക്കാതെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒരു മണിക്കൂറോളം ഇരുന്ന് അയച്ച് റെഡിയാക്കി. ലാസ്റ്റ് ഇതേപോലെ തന്നെ പിന്നെ റെഡി ആവാത്ത സമയത്ത് നമ്മൾ ലാസ്റ്റത്തെ ഒരു ഓപ്ഷനാണ് നമ്മുടെ ക്ലച്ചിൻ്റെ റാഡിൻ്റെ ആ ഒരു എൻഡിലായിട്ടൊരു ബോൾസ് വരും. അപ്പോൾ ആ ബോൾസ് ചെക്ക് ചെയ്ത സമയത്ത് അതിൽ ബോൾസ് ഇട്ടില്ല. അപ്പോൾ ആ ഒരു സിമ്പിൾ പ്രശ്നം കൊണ്ടാണ് ഇതുവരെ ക്ലച്ചിൽ ഓടാവാതിരുന്നത്. പക്ഷേ നമ്മൾ ഈ റീസ്റ്റോർ ചെയ്ത വാഹനമായതുകൊണ്ട് തന്നെ അത് നമ്മൾ അത് ഇട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ലാസ്റ്റ് അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ബോൾസ് ഇട്ടിട്ടില്ലായിരുന്നു. ബോൾസ് ഇട്ടിട്ട് വണ്ടി സെറ്റായി. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, റീസ്റ്റോർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ സ്പെക്ക് എന്താണെന്നുള്ളത് ഗൂഗിളിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ആരാൻ്റെ വണ്ടികളൊക്കെ റീസ്റ്റോർ ചെയ്യുക. ഒരുപാട് വണ്ടികൾ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്, അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പല ഗ്യാരേജിൽ നിന്നും വണ്ടി റീസ്റ്റോർ ചെയ്തിട്ട് കുടുങ്ങിയ ആളുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സ്പെക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ നിൽക്കരുത്. സംഭവം ഇത് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് പൈസക്കും വേണ്ടിയിട്ട് ആരാൻ്റെ വണ്ടി എടുത്തിട്ട് നാശാക്കി കളയരുത്. പണി അറിയാവുന്ന കയ്യിൽ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. പണി അറിയാത്തവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്തായാലും ഞാൻ കുറേ കഥകൾ പറഞ്ഞു. തുടങ്ങാം. ടൂൾസുകൾ ഉണ്ടാവും, വാരി വലിച്ചിട്ടിരിക്കുകയാണ്. തുടങ്ങാം. ഗണ്ണൊക്കെ വർക്ക് ചെയ്യണോ നോക്കട്ടെ. ഓക്കെ, പക്കയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ടാങ്ക് ഊരി മാറ്റണം. ടാങ്ക് ഇവിടെ നെട്ടും കാര്യങ്ങളൊക്കെ ലൂസാക്കി വെച്ചാണ്. നമുക്കിവിടെ കേബിളും കാര്യങ്ങളൊക്കെ ഊരിയിടാം. കാർബേറ്ററിലെ കേബിൾ കാര്യങ്ങൾ ഊരി മാറ്റാം. അപ്പോൾ ഊരിക്കണല്ലേ, ഊരിയിട്ടുണ്ട്. ഓക്കെ, ടാങ്ക് മാറ്റാം. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ കാട്ടിക്കൂട്ടുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം. വീഡിയോ കാണുന്നില്ല എന്നുണ്ടെങ്കിലും പറയണം. വൈഡ് ആംഗിളിലാണ് ഷൂട്ട് ചെയ്യുന്നത്, എന്നാലും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പറയട്ടോ. ഓക്കെ, ടാങ്ക് നമുക്ക് ഈ ഭാഗത്ത് എവിടേക്കെങ്കിലൊക്കെ മാറ്റി വെക്കാം. കംപ്ലീറ്റ് ലോഡാട്ടോ. വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പവർ ബോക്സും കാര്യങ്ങളൊക്കെ മാറണം.
ഇതൊക്കെ നമ്മൾ ആട്ടുപൂട്ട് പെയിൻറ്റിങ് അടിച്ചാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ സ്പ്രിങ് കാര്യങ്ങൾ, പവർ ബോക്സ്, സ്പ്രിങ്, പൈപ്പ് ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ മാറിയതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നട്ട് ബോൾട്ട് കാര്യങ്ങൾ, പൈപ്പ് കാര്യങ്ങളൊക്കെ, സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറും കേട്ടോ. ഓക്കെ, നമുക്ക് സൈഡ് ഡോർ അയക്കണം. സൈഡ് ഡോർ അയച്ചതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് എഞ്ചിൻ കാർഡൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കും. നമ്മളിത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഷോപ്പിൽ കിടക്കുന്നതായതുകൊണ്ട്. ഓക്കെ, ഈ ഭാഗത്ത് 10 ടീ ഇട്ടിട്ട് അടിച്ചു കൊടുക്കുക. വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം പോയി കിട്ടും കേട്ടോ. പിന്നെ നെട്ട് ബോൾട്ടും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സൈഡ് ഡോർ ഉണ്ട് ഊരാം. എന്നിട്ട് ഇവിടെ ടാങ്കിൻ്റെ സൈഡിൽ വെക്കാം. ഇത് ഈ ഒരു വീഡിയോ ലാസ്റ്റ് വീഡിയോ കേട്ടോ, ഈ ഒരു കളറിലുള്ള ലാസ്റ്റ് വീഡിയോ ആണ്. കണ്ടോളി. ഇനി ഈ കളർ ആരെങ്കിലും അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് കളറ്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിൽ ഈ കളർ കാണുമല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ബൈക്കിൻ്റെ കളർ കംപ്ലീറ്റ് ചേഞ്ച് ആവും. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു ഇൻഡോനേഷ്യൻ സ്പെക്ക് നോക്കണം, തപ്പണം. ഇവിടെ കേരളത്തിൽ ആരും ചെയ്യാത്തൊരു സ്പെക്ക് നോക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, അത് ഞാൻ ബാറ്ററി മാറിയ സമയത്ത് അവനോട് കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടേ ഇത് ഒരു ജീവൻ വെപ്പിക്കണം. അതാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. അപ്പോൾ താൽക്കാലികം നമുക്ക് ബാറ്ററിയും കാര്യങ്ങളൊക്കെ രണ്ട് ഊരി മാറ്റാം. ഇവിടെയും നമുക്ക് ഒരു 10 ടീ ഉണ്ടാവും. 10 ടീ ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ ഊരി ലൂസാക്കി കൊടുക്കുക. അതേപോലെ ഇവിടെയും 10 ടീ ഇട്ടിട്ട് ആദ്യം ഇതിൻ്റെ ഉള്ളിലെ പാർട്സുകളൊക്കെ മാറ്റി ഒഴിവാക്കിയതിന് ശേഷം വേണം കേട്ടോ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇറക്കാനായിട്ട്. ടയറും കാര്യങ്ങളൊന്നും ഊരരുത്, എഞ്ചിൻ ഇറക്കുന്ന സമയത്ത് മറിഞ്ഞെത്തി പോകും. അപ്പോൾ ഈ എക്സ്ട്രാ കാണുന്ന കരിയർ, അങ്ങനത്തെ സംഭവങ്ങൾ, അതേപോലെ തന്നെ സാരി ഗാർഡ്, സൈലൻസർ, ഈ സംഭവങ്ങൾ, അതേപോലെ തന്നെ എഞ്ചിൻ ഗാർഡ്, ക്രാഷ് ഗാർഡ്, ഹാൻഡിൽ ബാർ നിർത്തുക. അതേപോലെ തന്നെ ബാക്കിയുള്ള പാർട്സുകളൊക്കെ ഊരിയിട്ട് മാത്രം വേണം നമ്മുടെ എഞ്ചിൻ അയച്ചെടുക്കാനായിട്ട്. എഞ്ചിൻ അയച്ചെടുത്ത് ഹാൻഡിൽ ബാറും അതുപോലെ തന്നെ 2 ടയറും മാത്രം വണ്ടിയിൽ നിർത്താൻ പാടുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ ചേസ് നമുക്ക് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് 2 ടയറും സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മളെ പ്രോസസ്സ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ചേസൊക്കെ കംപ്ലീറ്റ് തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിക്ക് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് ക്ലിയർ അടിക്കാനേ ഉണ്ടാവുള്ളൂ. വരദാനം പിടിക്കാനൊന്നും വല്ലാതെ ഉണ്ടാവില്ല, കാരണം അധികം യൂസ് ചെയ്യാത്ത വാഹനമല്ലേ, നമ്മൾ തുരുമ്പിൽ ഇട്ടിട്ട് കളിക്കുന്ന വാഹനമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പണി കുറവായിരിക്കും. പെട്ടെന്ന് റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നുള്ള കേട്ടോ. അത് റോട്ടിലേക്ക് പെട്ടെന്ന് ഇറക്കാമെന്നുള്ള പ്ലാനാണ് എൻ്റെ ഒരു തീരുമാനം. ഇതിൻ്റെ പാർട്സുകളും നെട്ടുകളും കാര്യങ്ങളൊക്കെ പുതിയ നെട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പാർട്സ് എവിടെയൊക്കെ തുരുമ്പുള്ള നെട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ പുതിയതിട്ടാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മളെന്ത് ചെയ്യും, അത് തന്നെ യൂസ് ചെയ്യും കേട്ടോ. ഓക്കെ, ബാറ്ററി നമുക്ക് ഡിസ്കണക്ട് ചെയ്യണം. ബാറ്ററി ഡിസ്കണക്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബാറ്ററി എർത്ത് വയർ കുറച്ച് ലോക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാറ്ററി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള പാർട്സുകളൊക്കെ അധികം മാറണം. ഇനി നമുക്ക് ഈ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ അയച്ചെടുക്കാം. അതായത് സാരി ഗാർഡ്, അതേപോലെ തന്നെ മഡ് ഗാർഡ്, ഇന്നർ മർ ഗാർഡ്, അതേപോലെ തന്നെ ഔട്ടറിലെ മർ ഗാർഡ്, ബാക്കിലത്തെ കരിയർ, അങ്ങനെ സംഭവങ്ങളൊക്കെ അയച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചെയിൻ ഗാർഡ് ഊരണം, അതുപോലെ തന്നെ എഞ്ചിൻ ഗാർഡ് ഊരണം, ക്രാഷ് ഗാർഡ് ഊരണം. അങ്ങനെ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് നമുക്ക് അയച്ചെടുക്കണം. അതേപോലെ തന്നെ ഷോക്കപ്പ് കാര്യങ്ങളൊക്കെ ചേസിൻ്റെ ഒപ്പം നമ്മൾ നിലനിർത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വണ്ടി അങ്ങോട്ടൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഷോക്കപ്പ് നിർബന്ധമാണ്. നമ്മൾ 2 ഷോക്കപ്പ് അയച്ചു കഴിഞ്ഞാൽ സിങ്ങാമിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇനിയൊക്കെ നമുക്ക് അയക്കാളുള്ള ഫുള്ള് മെഷീൻ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ബാക്കിലത്തെ കരിയർ അയച്ചു മാറ്റാം. കരിയർ അഴിക്കാനായിട്ട് ഇവിടെ ഒരു 10 ടീ, ഇവിടുത്തെ ബോൾട്ടൊക്കെ ഊരിച്ചാടീന് ഇവിടെ ഒരു 10 ടീ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിയറിൻ്റെ 2 ബോൾട്ടിൽ 1 ബോൾട്ട് പോന്ന് കിട്ടും. കരിയർ അയക്കാനായിട്ട് നമ്മൾ 10 ബോൾട്ട് അയച്ചെടുത്തു. അതേപോലെ തന്നെ ഇവിടെ ഒരു 12 13 ഒരു ബോൾട്ട് ഉണ്ടാവും, അത് അയച്ചെടുക്കുക. ഓക്കെ 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 ആ സൈഡിലും 13 ബോൾട്ട് ഉണ്ടാവും, അതും അയച്ചെടുത്ത് കഴിഞ്ഞാൽ കരിയർ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തും കേട്ടോ. അതാ ഓക്കെ. കരിയറിൻ്റെ വയർ ഡിസ്കണക്ട് ചെയ്യണം. മെഷീൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. വേഗം പരിപാടികൾ കഴിയും. നമ്മൾ ബാക്കിലെ നമുക്ക് വയറിംഗ് കിറ്റ് ഇത് പുതിയ ഇടണം കേട്ടോ. വയറിംഗ് കിറ്റ് കംപ്ലീറ്റ് ഒരു വിധത്തിൽ പരിപ്പായിന്. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫുള്ള് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കേട്ടോ. പുതിയ വയറിംഗ് കിറ്റ് നമുക്ക് വാങ്ങിയിട്ട് അതിടാം, അതാവും നല്ലത്. അതുകൊണ്ട് തന്നെ ഫുള്ള് വയറിംഗ് കിറ്റ് നമ്മൾ കട്ട് ചെയ്ത്
ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, ഇൻഡിക്കേറ്റർ കട്ട് ചെയ്ത്. ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇവിടെ 2 വയറുണ്ടാവും, അപ്പോൾ അത് കട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ലാമ്പോർക്കിനോട് ഊരിയെടുത്താൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കരിയർ നമ്മുടെ കയ്യിൽ പോന്നിട്ടുണ്ട്. കരിയർ നമ്മൾ ഊരിയെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. RDയുടെ ഹെഡ്ലൈറ്റാണോ, RDയുടെ ടെയിൽ ലാമ്പാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പരിപ്പായിന്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. നിക്ലിംഗ് പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാറി കൊടുക്കണം കേട്ടോ. നമുക്ക് സാരി കാർഡ് വയ്ക്കണം. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഇപ്പോൾ GoPro കയ്യിൽ നിന്ന് വീണിട്ടോ. ഈ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര റിസ്ക് ആട്ടോ. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാതിരിക്കാനും പറ്റില്ല, അതാണ് പ്രശ്നം. നമുക്ക് സാരി കാർഡ് അയക്കണം, അതുപോലെ തന്നെ ഇന്നർ മർഗാർഡ്, ഔട്ടർ മർഗാർഡ്, പുറത്തുനിന്ന് മർഗാർഡ് കാര്യങ്ങളൊക്കെ അയക്കണം. ഗണ്ണ് എവിടെ? ഗണ്ണ്. ഈ ടൂൾസ് കാണാതാവുന്നത് പല വർക്ക്ഷോപ്പിലും വർക്ക് എടുക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അവരുടെ ടൂൾസ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് എന്താവില്ല, പൊട്ടിയിട്ട് പോണത് കുറവായിരിക്കും. പക്ഷെ കാണാതാവുന്ന ടൂൾസ് ആയിരിക്കും അധികം. ടൂൾസ് കാണാതായിട്ട് പുതിയ ടൂൾസ് വാങ്ങുന്ന പരിപാടിയായിരിക്കും മെയിനായിട്ട് എല്ലാ വർക്ക്ഷോപ്പിലും വർക്ക് എടുക്കുന്ന ആളുകൾക്കൊക്കെ പറ്റുന്ന മെയിൻ പ്രശ്നം. ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ. ടൂൾസ് കണ്ട് വെച്ച് കഴിഞ്ഞാൽ കാണില്ല. അതിന് കറക്റ്റ് ഒരു ഫോർമാറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കാണാം. ഇവിടെ 13 വരുന്നത്. 12 വരാറുണ്ട്, 13 വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ 13 ആയതുകൊണ്ട് തന്നെ 13ൻ്റെ ബോക്സ് ഇതിട്ട് ഇവനങ്ങോട്ട് അയച്ചെടുക്കട്ടോ. ഓക്കെ, ഉള്ളിൽ ബോൾട്ട് ഉണ്ടാവും, നെട്ട് ഉണ്ടാവും. അപ്പോൾ അതാ നെട്ട് നമ്മളൊരു സ്പാനർ വെച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ ഞാൻ രണ്ടും അയച്ചെടുത്തിട്ട് മറുകാട് പുറത്ത് എടുക്കാം. നമ്മളിവിടെ നിന്ന് സാരി കാർഡ് അയച്ചെടുത്തിട്ടോ. ഈ ഒരു നമ്മുടെ ബാക്കത്തെ ഫുഡ് റെസ്റ്റിന്മേലായിരുന്നു ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് നമ്മൾ ഇതിമേലും. അപ്പോൾ അത് രണ്ടും ഊരിയെടുത്ത് ഇനി നമുക്ക് ഈ ഒരു മറുകാട് ഊരിയെടുക്കണം. മറുകാട് ഊരിയെടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാനായിട്ട്. വയറിങ്ങിട്ട് നമ്മൾ പുതിയ ഇടും, അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിട്ടാ. ഇനി മുകളിലത്തെ നെട്ട് ഒരു 10 ടീ ഇട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുകാട് ഇങ്ങോട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് 10 ടീ എടുക്കുക. ബാറ്ററിയുടെ ഒരു എർത്ത് വയർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കരുത് കേട്ടോ, പിന്നെ പണി പാളും. ഇത്ര കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. നിങ്ങൾ എന്താണോ അയച്ചെടുത്തത് അത് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡും ഒരു തലച്ചോറും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയും നിങ്ങൾക്ക് അയച്ചിട്ട് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറുകാട് ഇതാ, ഇതിൻ്റെ ഒറിജിനൽ മറുകാട് കേട്ടോ. RXGയുടെ ഒറിജിനൽ മറുകാടാണ്. ഈ ഭാഗത്തൊക്കെയാണ് തുരുമ്പ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇതിനാണ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ 10 വർഷം ഞാൻ ഉപയോഗിച്ചിന്. അപ്പോൾ അതാണ്, ഇതുവരെ ഞാൻ ഈ മറുകാട് മാറിയിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ മറുകാടും ബാക്കിലെ മറുകാടും. ഓക്കെ, അപ്പോൾ അത് ലുക്ക് ഓക്കെ. ബാക്ക് നമ്മൾ ഇവൻ്റെ മൂഡ് നമുക്ക് കാണിച്ചു തരാം. മൂഡ് ഉണ്ടോ? ക്യാറ്റ് ഉണ്ടായതുകൊണ്ട് കേട്ടോ വണ്ടി ഭയങ്കര സ്റ്റെബിലിറ്റി. ക്യാറ്റ് ചെയ്ത വണ്ടികളൊക്കെ ഭയങ്കര സ്റ്റെബിലിറ്റി ആയിരിക്കും. അത്രയും വെയിറ്റ് അല്ലേ, 14, 15, 12, 13 കിലോനൊക്കെ വരുന്ന ക്യാറ്റുകളുണ്ട്. ഏകദേശം ഒരു 14 കിലോ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഷീൽഡ് അടക്കം വരുന്ന സമയത്ത്. അപ്പോൾ അത് വണ്ടിയുടെ സ്റ്റെബിലിറ്റീനെ കുറച്ചും കൂടെ ബാധിക്കുന്ന ഒരു ഇതാട്ടോ. വണ്ടി നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും ക്യാറ്റ് ഇട്ട വണ്ടികളിൽ. ഇന്നർ മറുകാടൊക്കെ ആകെ മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഇന്നർ മറുകാടും കാര്യങ്ങളൊക്കെ ഊരണം. ഇനി നമുക്ക് ക്രാഷ് ഗാർഡ് ഊരാൻ നമുക്ക് ഇവിടെയും ബോൾട്ടുകളൊക്കെ ഉണ്ട്, ഒക്കെ അയച്ചെടുക്കണം. അയച്ചെടുത്താലേ ഇത് മര്യാദക്ക് പോരുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ബോൾട്ടൊന്നും എടുത്തേക്കണം എന്നില്ല കേട്ടോ, ഇത് ആവശ്യമില്ലാത്ത ബോൾട്ടാണ്. പക്ഷേ ഈ ഒരു ക്ലിപ്പ് നമുക്ക് വേണം, വേറെ ഏതെങ്കിലും വണ്ടിക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ എൻജിൻ കാർഡ് നമ്മൾ അയച്ചെടുക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഒക്കെ ഈ മെഷീൻ ഉണ്ടായതുകൊണ്ട് നല്ല സുഖമാണ്. ഒന്ന് പ്രസ് ചെയ്യുക, ബോൾട്ട് അയച്ചെടുക്കുക, പുറത്തേക്ക് എടുക്കുക, നല്ല സുഖസുന്ദരമായിട്ട് പണിയെടുക്കുക. അങ്ങനെ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അധികവും മെഷീൻ വെച്ചിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈറ്റ് ചെയ്യുന്നതാണെങ്കിലും അത് വണ്ടി അയച്ചെടുക്കാനാണെങ്കിലൊക്കെ മെഷീൻ വെച്ചിട്ടാണ്. അപ്പോൾ പരിപാടി വേഗം കഴിയും. മറ്റേ നമ്മൾ ഹാൻഡ് പവർ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടൈമിംഗ് ആയിരിക്കും. ഇതാ നമ്മുടെ ലാസ്റ്റ് പാർട്സ്, നമ്മുടെ ഈ ഒരു കളറിലുള്ള ലാസ്റ്റ് പാർട്സാണ് നിങ്ങൾ കണ്ടോണ്ട്. ഇതിനിടയിലൊരു ഞാൻ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കളറിലുള്ള ഈ സംഭവത്തിൽ നല്ല വൃത്തി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഒരു കളറ് മാറാനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് മാറുന്നത്. എന്നാലും നല്ലൊരു വെറൈറ്റി കളർ അടിക്കണം. ഹാൻഡിൽ കപ്പ് ഉണ്ട്. ഹാൻഡിൽ കപ്പൊക്കെ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് കുറേ കാലമായി. അപ്പോൾ അതുകൊണ്ട് ഹാൻഡിൽ കപ്പൊക്കെ നമുക്ക് മാറ്റണം. ഇനി ഇവിടുത്തെ ബോൾട്ട് അയച്ചെടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. നെട്ടുണ്ടാകുമ്പോഴാണ് ഈ ക്യാമറ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ 2 ബോൾട്ട് അയച്ചെടുത്ത് നുള്ളി പെറുക്കിയിടാം. നെട്ടും ബോൾട്ടൊക്കെ പാത്രത്തിൽ നുള്ളി പെറുക്കിയിടാം. ഒക്കെ പുതിയത് ഇടാനുള്ളതാണ്. അതുകൊണ്ട് ഇതന്നെ റീസെറ്റ് ചെയ്യില്ലല്ലോ നമ്മൾ. ഇവിടെ ഒരു ബോൾട്ട് വരും. എന്നിട്ട് ആണോ ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ആ നെട്ട് കൊണ്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ആ സംഭവം കൊണ്ട് പോരും. നമ്മൾ ഹാൻഡ് പവർ വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം വേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. 5 രൂപ 6 രൂപ ആ റേഞ്ചിൽ മെഷീൻ വരുന്നുണ്ട്. ബോൾട്ട് നമ്മൾ അഴിച്ചു മാറ്റി. ഇനി ആ സൈഡിലെ ബോൾട്ട് നമുക്ക് അഴിച്ചു മാറ്റണം. വൈറ്റ് ബാറാണ്ടിൽ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഓക്കെ റെഡി. കൊണ്ടില്ല ഓക്കെ ലൂസായിട്ടുണ്ട്. കിടന്ന് ആടി കളിക്കണ്. ഓക്കെ ഞാനിതാണ് അയച്ചെടുക്കാം കേട്ടോ. ഓക്കെ ഫൈനലി അങ്ങനെ നമ്മുടെ ക്രാഷ് കാർഡ് ഊരിപ്പോന്നിട്ടുണ്ട്. ഓക്കെ ഇതാണ് ക്രാഷ് കാർഡിൻ്റെ അവസ്ഥ. ആണോ തുരുമ്പ് പിടിച്ച് പണ്ടാറടങ്ങിയാണ്. ഇനി ഒരു ഭാഗത്തും തുരുമ്പ് പിടിക്കാനില്ല. ആ രീതിയിൽ ഈ ഒരു സാധനം ആയിരുന്നു കേട്ടോ. ആർഗറിൻ്റെ ക്രാഷ് കാർഡ് സംഭവം ലോ ക്വാളിറ്റിയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആഫ്റ്റർ മാർക്കറ്റാണ്. ഇനി നമുക്ക് ഈ ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ ഏജിസ്റ്റാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ. ഏജിസ്റ്റാറും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞായിട്ട് ഈ മഴക്കാലത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഓയിൽ അടിച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ തുരുമ്പ് കയറില്ല കേട്ടോ. പിന്നെ എപ്പോഴും നിക്കിൻ പാർട്സിനൊക്കെ ആർക്സിന് തുരുമ്പ് കയറും. നമ്മൾ കെയർ ചെയ്യുക അത്രേ ഉള്ളൂ. എത്ര ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിലും തുരുമ്പ് വന്നു കഴിഞ്ഞാൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ എന്തായാലും തുരുമ്പ് കയറും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വണ്ടി മര്യാദ കൊണ്ടുനടക്കാം. ഓക്കെ അപ്പോൾ അത് മാറ്റി ഏകദേശം പാർട്സുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ കവർ ഊരിയെടുക്കണം. ചെയിൻ കവർ ഊരിക്കാനായിട്ട് മൈനസിൻ്റെ ഇതെടുക്കുക. ചെയിൻ കവറൊക്കെ ഓൾറെഡി ഇത് ലൂസായി എടുക്കുന്നുണ്ട്. ചെയിൻ കവർ വണ്ടിയിൽ നിന്ന് ഒരു ചാടി അത് പോയിന്. ഇനി പുതിയ ചെയിൻ കവർ ഇട്ടിട്ട് വേണം. ചെയിൻ കവറൊക്കെ നമുക്ക് മാറ്റണം. ഓക്കെ ചെയിൻ കവർ മാറാനുള്ള സമയമൊക്കെ അതിക്രമിച്ചു കേട്ടോ. 10ൻ്റെ ടീ എവിടെ? 10ൻ്റെ ടീ. ഈ ബോൾട്ടും കൂടി ഓടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ കവർ പുറത്ത് പോരും. മന്ദമിൻ്റെ റിമ്മായതുകൊണ്ട് റിമ്മിന് വലിയ കുഴപ്പമില്ല. അപ്പോൾ റിമ്മ് നമുക്ക് ഇത് തന്നെ ഇടാം. അതേപോലെ ഇത് കട്ട് ചെയ്യണം. വീല് കട്ട് ചെയ്തിട്ട് വേണം റിമ്മ് സെറ്റാക്കാൻ കേട്ടോ. റിമ്മ് വലിയ കുഴപ്പം കാണുന്നില്ല. തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മാറിയാൽ മതി. ഫ്രണ്ടത്തെ റിമ്മ് എന്തായാലും മാറണം. കാരണം ഫ്രണ്ട് പാമ്പ് പോണാരി പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടത്തെ വീൽ എവിടെ കൊണ്ടുവന്ന് കുയ്യെന്തോ ചാടിയ സമയത്ത് ബെൻഡായിന്. അപ്പോൾ എടുക്കാതിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെച്ചാണ്. വണ്ടി എന്തായാലും സ്റ്റഡി ആക്കണം. സ്റ്റഡി അല്ല അപ്പോൾ ഇതുകൊണ്ട് ഊരി മാറ്റണം. ഊരി മാറ്റുമ്പോൾ ഇതിൻ്റെയൊക്കെ പെയിൻറ്റ് പോവും. പക്ഷേ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പെയിൻ്റ് അല്ല പ്രധാനം. ഇതുകൊണ്ട് ഊരി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് എൻജിൻ ഇറക്കിയിട്ട് ശേഷമാണ് ക്യാറ്റ് അയക്കണം. എന്നിട്ട് എൻജിൻ ഇറക്കണം. ക്യാറ്റ് അയച്ചിട്ടാണ് നമുക്ക് എൻജിൻ ഇറക്കാനുള്ളത്. അപ്പോൾ ക്യാറ്റ് അപ്പുറത്തെ സൈഡിലാണ് അയക്കാനുള്ളത്. അപ്പോൾ ക്യാറ്റ് അയക്കാം. എന്നിട്ട് നമുക്ക് എൻജിൻ ഇറക്കാം. എന്നിട്ട് കാർബറേറ്റർ അയക്കാം. എൻജിൻ ഇറക്കാം. അങ്ങനത്തെ പരിപാടികളാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ക്യാറ്റ് അയക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, ഇവിടെയാണ് നമ്മുടെ ബോൾട്ട് വരിക. അത് ഊരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, നല്ല ടൈറ്റാക്കിയിട്ട് അങ്ങോട്ട് ടൈറ്റാക്കിയിട്ട് പിന്നെ ഊരാൻ നിൽക്കരുത്. ചിലപ്പോൾ ത്രെഡ് പോകും. ഒറ്റടിക്ക് ഊരിയെടുക്കുക. അതേപോലെ തന്നെ ചില ക്യാറ്റിന് ഇവിടെ ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് അയക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇത് ചിലപ്പോൾ അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിലും ചിലപ്പോൾ ഇത് അയക്കണം എന്നുണ്ടെങ്കിൽ
ഇത് അയക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം എങ്ങനെയാണ് കയറ്റ്. ഞാൻ അധിക സമയത്ത് ഇത് അയച്ചിട്ടാണ് ഊരാറുള്ളത്. ഇത് അയക്കാതെ ഊരാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. കുറച്ച് ടാസ്ക്കാണ് ഇത് ഊരാതെ അയക്കുന്നത്. അപ്പോൾ എന്നാലും നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ അയക്കാൻ പറ്റും എന്നുള്ളത് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ കയറ്റ് ഊരാനായിട്ട് നമ്മളിവിടുത്തെ ബോൾട്ടും കാര്യങ്ങളൊക്കെ 13 ബോൾട്ടും കാര്യങ്ങളൊക്കെ ഊരി മാറ്റി. ഇവിടുത്തെ ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ പപ്പടായിന്, ഉള്ളിലെ ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ പപ്പടായിന് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഫുഡ് റെസ്റ്റിൻ്റെ സ്റ്റേ കാര്യങ്ങളൊക്കെ അയച്ചെടുക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള അയച്ചെടുക്കാൻ. സ്റ്റേൻ്റെ ഇവിടെയാണ് നമ്മുടെ കാറ്റിൻ്റെ അടുത്ത ബോൾട്ട് വരിക. അപ്പോൾ ആ ബോൾട്ട് നമ്മൾ 13 ടീ ഇട്ടിട്ട് അയക്കുകയാണ്. അയച്ചു കഴിഞ്ഞാൽ കാറ്റൊന്ന് താഴേക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ അറിയാം അടിയിൽ ബോൾട്ട് ഇട്ടുണ്ടോ എന്നുള്ളത്. അടിയിൽ ബോൾട്ട് ഇട്ടുണ്ടെങ്കിൽ അതും അയക്കണം. അയച്ചു നോക്കാം. അടിയിൽ ബോൾട്ട് ഇടാൻ സാധ്യത കുറവാണ്. ഞാൻ ബോൾട്ട് ഇടാതെയാണ് കാറ്റ് ഫിറ്റ് ചെയ്യാറ്. ഞാൻ തന്നെ ഫിറ്റ് ചെയ്തതുകൊണ്ട് ബോൾട്ട് ഇടാൻ ചാൻസ് കുറവാണ്. അഥവാ കാറ്റിന് പ്ലേ ഉണ്ടെങ്കിൽ അവിടെ ബോൾട്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇടായില്ല, ഇട്ടെടുക്കാറുണ്ട്. അധികവും 13, 10 അതേപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളാണ്. 17 ഒക്കെ കുറവാണ്. ഇതിൻ്റെയൊക്കെ 17 വരുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ഇവിടെയൊക്കെ 23 വരിക. നമ്മുടെ ഫ്രണ്ടത്തും ബാക്കത്തും വീല് കാര്യങ്ങളൊക്കെ അതിനൊക്കെ വലുത് വരുള്ളൂ. ബാക്കിയുള്ളൊക്കെ 13, 14 പിന്നെ ഫുള്ള് കംപ്ലീറ്റ് സ്ക്രൂ. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുള്ളൂ. കാറ്റ് എന്താണ് പോരാത്തത്? കാറ്റ് നമുക്ക് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൈയിട്ട് മാന്തി പറിക്കണം. അതാണ് ഓക്കെ. ഓക്കെയാണ്. അടിയിൽ ബോൾട്ട് ഇട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് പോരാൻ കുറച്ച് പണി ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഫുഡ് റെസ്റ്റ് അയക്കേണ്ടി വരും. അല്ലാതെ കാറ്റ് ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഊരണവരുണ്ട്, പക്ഷേ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോകും. പെയിൻറ്റ് അടിക്കാനുള്ള ഞാൻ മെനക്കെടുന്നില്ല. ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാൻ മെനക്കെടുന്നില്ല. നമ്മൾ ഫുഡ് റെസ്റ്റ് അയച്ചതിന് ശേഷം നമുക്ക് കാറ്റ് ഊരാം. ഫുഡ് റെസ്റ്റ് എന്തായാലും നമുക്ക് ഫുഡ് റെസ്റ്റ് സ്റ്റേ എന്തായാലും ഊരണം. അപ്പോൾ ഊരി കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് സുഖസുന്ദരമായിട്ടുണ്ട് ഒറ്റയടിക്ക് ഊരാൻ കിട്ടും. അപ്പോൾ ഞാനത് ഊരിയിട്ട് ശേഷം കാറ്റ് ഊരാം. അങ്ങനെ നമ്മുടെ ഫുഡ് റെസ്റ്റിൻ്റെ സ്റ്റേ നമ്മൾ ഊരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കണ്ടോ, ഈ കാറ്റ് ഇങ്ങോട്ട് താന്നിട്ടുണ്ട്, ഇങ്ങോട്ട് ലോഡായിട്ടുണ്ട് നമുക്ക്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടാവും. ചില വണ്ടികൾ നമ്മൾ ഇടാറില്ല. ഇടാൻ കുറച്ച് റിസ്ക്കാണ്. കാറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തുള്ള ബോൾട്ട് ഇടാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പുറത്തും ഇപ്പുറത്തും 2 ബോൾട്ട് ഇട്ട് ടൈറ്റ് ആക്കാറാണ് പതിവ്. ഇടാറുമുണ്ട്. അത് അടിയിൽ കിടന്നിട്ടൊക്കെയാണ് ഇടാറുള്ളത്. അപ്പോൾ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. സാധാ സൈലൻസറാണെങ്കിൽ സുന്ദരമായിട്ട് ഇടാം. പക്ഷേ കാറ്റാകുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവില്ല ഇടാനായിട്ട്. അപ്പോൾ വീതിയുള്ള കൈകളാണെന്നുണ്ടെങ്കിൽ പോസിബിൾ ആവില്ല. പിന്നെ വീതി ഇല്ലാത്ത കൈകളാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ അധികം ഇടാറുണ്ട്. പക്ഷേ എൻ്റെ ബൈക്കിന് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പുറത്തുനിന്നൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടാറുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് കാറ്റ് അയച്ചെടുക്കാം. ബ്രേക്ക് കണ്ടോ ജാമായി കിടക്കണം. കാറ്റ് അയക്കാനായിട്ട് നമ്മൾ ഇതിങ്ങോട്ട് താങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാറ്റ് കൊണ്ട് ഊരിയെടുക്കാൻ പറ്റും. കാറ്റ് വെയിറ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ എന്തായാലും കാറ്റ് ഊരിയെടുക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിലേക്ക് പറഞ്ഞുതരാം. ഒരു വിധത്തിൽ നമ്മൾ കാറ്റിൻ്റെ ഒരു സൈഡ് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. അതാണ് കാറ്റിൻ്റെ മറുവശം കേട്ടോ. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് സിമ്പിളായിട്ടുണ്ട് ഊരിയെടുക്കാൻ പറ്റും. ഒന്നും കൂടെ പറയാം, ഈ ഫുഡ് റെസ്റ്റ് ഊരാതെ ഇത് ഊരാൻ പറ്റും. കുറച്ച് ടാസ്ക് പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ ഫുഡ് റെസ്റ്റ് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം അത് ഊരുന്നത് ഫുള്ളായിട്ട് ഊരിയിട്ടില്ല. ആ ബോൾട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് അയച്ചിട്ടില്ല. അത് നന്നായിട്ട് വണ്ടി മറിഞ്ഞു കുത്തി വീണ്ട വെച്ചിട്ടാട്ടോ. ഇവിടുന്ന് കിടന്നിട്ട് ലോക്കാവും. അതാണ് പ്രശ്നം. അത്യാവശ്യം ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഊരിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ കാറ്റ് ഊരിയിട്ടോ. കാറ്റ് കൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 5 സ്പീഡിൻ്റെ കാറ്റാണ്. എനിക്ക് തോന്നുന്നു 4 സ്പീഡിൻ്റെ കാറ്റിനെക്കാട്ടും കുറച്ചുകൂടെ കനം കൂടുതലാണ് 5 സ്പീഡിൻ്റെ കാറ്റിന്. ഷീൽഡും കൂടെ വരുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് റെസ്റ്റ് കംപ്ലീറ്റ് ഊരാതെ നമ്മൾ എടുത്തു കേട്ടോ. ഊരാതെ എടുക്കാം. കുറച്ച് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. വലിച്ചൂരി എടുക്കരുത്. അഥവാ ക്ലച്ച് കവറോ എൻജിൻ കേസിനൊക്കെ പോയിട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി ഒന്നിനും കഴിയില്ല. എൻജിൻ കേസ് ഉൾപ്പെടെ വണ്ടി കൊടുക്കേണ്ടി വരും. പിന്നെ എൻജിൻ കേസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിവർത്തില്ല. വെൽഡിങ് ഒന്നും നടക്കില്ല. അലുമിനിയം പിച്ചലും വെൽഡിങ് ഒന്നും പോസിബിൾ ആവില്ല വണ്ടിമേ. ചെയ്യുന്നവരുണ്ട്, പക്ഷേ പിന്നെയും ഭാവിയിൽ ഇതേപോലെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഫൈനലി നമ്മുടെ കാറ്റ് മൈസൂർ ഓപ്പൺ കാറ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശമൊക്കെ അയച്ചിട്ടോ. ഞാൻ എഞ്ചിനും കൂടെ അയക്കാവുള്ളൂ. എൻ്റെ അമ്മോ, ഈ RX റീസ്റ്റോർ ചെയ്യാന്ന് പറയുന്നത് തന്നെ കുറച്ച് ഒരു നയിപ്പുള്ള പരിപാടിയാണ്. മറ്റുള്ള വണ്ടികളെ പോലെയല്ല. ഓരോന്ന് ഈച്ച് ആൻഡ് എവറി പാർട്സ് നോക്കണം. എവിടെയൊക്കെ അയച്ചിട്ട് വേണം ഇതിൻ്റെ ഒരു MRI സ്കാൻ എടുക്കാൻ. എവിടെയൊക്കെ എന്തൊക്കെയാണ് പോയി കിടക്കണമെന്ന്.
ഓക്കെ, ഇനി നമുക്ക് കാർബറേറ്റർ അയക്കാം, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ അയക്കണം, അതേപോലെ തന്നെ ബാർ ബോക്സ് അയക്കണം, വയറിംഗ് കിറ്റ് ഒഴിവാക്കണം, എന്നിട്ട് എഞ്ചിൻ അയക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. ഓക്കെ, ഒരു വോൾട്ട് ഊരി പോന്നിട്ടുണ്ട്. അടുത്തത് ഇവിടെ ഒരു പിന്നുണ്ടാവും. പിന്നുകൊണ്ട് ഊരി കഴിഞ്ഞാൽ അടിയിലും ശരിക്കും വോൾട്ട് വരും. നമ്മുടെ എയർ ഫിൽറ്ററാണ്. അത് അയച്ചു നോക്കണം. നമുക്ക് വണ്ടി റീസ്റ്റോർ ചെയ്ത സമയത്ത് ഫുള്ള് കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ എയർ ഫിൽറ്റർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ബോക്സോടൊക്കെ മാറിയാലോ ചിട്ടിക്കുകയാണ്, കാരണം അത് അത്യാവശ്യം പഴകിയല്ലേ. ഒരു പുതിയ ബോക്സ് വെക്കാം നമുക്ക്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. കാർബറേറ്ററിൻ്റെ ഹോസ് പൈപ്പ് ഊരുക, മൈനസ് എടുക്കുക. അടുത്ത പരിപാടി മൈനസ് എടുത്തിട്ട് കാർബറേറ്റർ ഊരണം. മെയ്ഡ് ഇൻ ജപ്പാൻ. ഓക്കെ, മൈനസ് എടുത്തിട്ട് കൊണ്ട് ഊരി കൊടുത്തു കഴിഞ്ഞാൽ കാർബറേറ്റർ കൊണ്ട് ഊരി പോരും. ഒന്ന് ഫുള്ളായിട്ട് വരണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്താലും മതി. നമ്മുടെ വാൾവ് കൊണ്ട് ഊരിയെടുക്കണം. കാർബറേറ്ററിൻ്റെ വാൾവ് ഊരിയിട്ട് ത്രോട്ടിൽ ബോഡി കണക്ട് ചെയ്ത വാൾവ് കണ്ട് ഡിസ്കണക്ട് ചെയ്യാം. ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർബറേറ്റർ കൊണ്ട് കൈക്ക് പോരും. ഓക്കെ, കാർബറേറ്റർ ഓക്കെ, കാർബറേറ്റർ കൈക്ക് പോന്നു. അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റണം. അതിന് മുന്നേ നമ്മുടെ ചോക്ക് കേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ക് കേബിൾ ഊരണം. ചോക്ക് കേബിൾ ഊരുമ്പോൾ ശ്രദ്ധിക്കുക, ചോക്ക് കേബിളിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് സംഭവങ്ങളൊക്കെ വരും. അതൊന്നും കൊണ്ടുപോയിട്ട് കളയരുത്, പിന്നെ പുതിയ വാങ്ങിയിടേണ്ടി വരും. അയക്കണമെന്നുണ്ടെങ്കിൽ 13-ൻ്റെ സ്പാനർ എടുത്തിട്ട് ഇത് എടുത്തുകൊണ്ട് ഓക്കെ, ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് വരും. ആ സ്പ്രിങ് കളയരുത്. അതേപോലെ തന്നെ ഇവിടെ ഒരു വാൾവ് വരും. വാൾവിലാണ് ഈ സ്പ്രിങ് കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്യണത്. കണ്ടോ, നമ്മുടെ കാർബറേറ്ററിൽ ഉണ്ടാകുന്ന വാൾവിൻ്റെ പോലെ തന്നെ ഇവിടെ ഒരു പിസ്റ്റൺ പോലെ വാൾവ് വരും. ഇത് കൊണ്ടുപോയി ലോക്ക് ചെയ്തിട്ട് സ്പ്രിങ് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിവിടെ നിലനിർത്തട്ടോ. കേബിൾ ഊരിയിട്ട് കേബിൾ കൊടുക്കാൻ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, കാർബറേറ്ററിലെ പെട്രോളൊക്കെ നിലത്ത് പോകണം. ഓക്കെ, കാർബറേറ്റർ ഇതിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പവർ ബോക്സ് അയച്ചെടുക്കണം. പവർ ബോക്സ് അയച്ചെടുത്തിട്ട് നമുക്ക് എൻജിൻ ഇറക്കണം. ഇന്ന് എൻജിൻ ഇറക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ കഴിയില്ല എൻജിൻ ഇറക്കണം അങ്ങനെയാണെന്നുള്ളത്. അതിന് ഒരാൾ തന്നെ വേണം. പവർ ബോക്സ് പൈപ്പും ക്ലാമ്പും കൂടെ ഞാൻ സെറ്റാക്കിയിട്ട് വരീന്. ഓക്കെ, മാനിഫോൾഡ് അവിടെ നിൽക്കട്ടെ. മാനിഫോൾഡ് കൊടുക്കാൻ നമുക്ക് വെക്കാം. പുതിയ മാനിഫോൾഡ് പാക്കിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം ഇടാൻ. അതേപോലെ തന്നെ ഹെഡ് പാക്കിങ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് പ്ലഗ് അവിടെ നിൽക്കട്ടെ. പ്ലഗ് അഡാപ്റ്ററിൻ്റെ ഊരിൻ്റെ ശേഷം നമുക്ക് ഹെഡ് അയക്കണം. ഹെഡ് അയച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഹെഡ് അയച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ എൻജിൻ ഇറക്കി വെക്കാം. 13 നമ്മുടെ ബോൾട്ട് വരിക, അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 14 കിട്ടുന്നവരുണ്ട്. അപ്പോൾ 13 നമ്മുടെ വണ്ടിയിൽ എടുക്കുന്നത്. 13-ൻ്റെ ബോക്സ് എടുത്തിട്ട് റാച്ചറ്റുമ്പോൾ കണക്ട് ചെയ്യണം. 13-ൻ്റെ ബോക്സ് ഇവിടെ റാച്ചറ്റുമ്പോൾ കണക്ട് ചെയ്യാം. റാച്ചറ്റ് നേരെ കൊണ്ടുപോയിട്ട് ഇതിലണ്ട് ഇറക്കി വെക്കുക. എപ്പോഴും വലത്തെ സൈഡിലേക്കായിരിക്കാം നമ്മുടെ ടൈറ്റ് ചെയ്യുന്നത്, ഇടത്തെ സൈഡിലേക്ക് അത് ലൂസാവുന്നത്. അപ്പോൾ ഇടത്തെ സൈഡിലേക്ക് നമ്മൾ അത് അയച്ചെടുക്കുക. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഹെഡ് അയച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഹെഡ് സെറ്റ് ചെയ്യുന്ന സമയത്തും ഒരേപോലെ ടൈറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ്. അതായത് നമ്മൾ ഇവിടെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ അയച്ചെടുക്കുക, ഇവിടെ അടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ അയച്ചെടുക്കുക. ടൈറ്റ് ചെയ്യുന്ന സമയത്തും ഇവിടെ ടൈറ്റ് ഒരു ഹാഫ് ടൈറ്റ് ചെയ്യുക, ഇവിടെ ഹാഫ് ടൈറ്റ് ചെയ്യുക, ഇവിടെ ഹാഫ് ടൈറ്റ് ചെയ്യുക, ഇവിടെ ഹാഫ് ടൈറ്റ് ചെയ്യുക. ഏതാണോ ടൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നിർത്തിയിട്ട് അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് ടൈറ്റ് ചെയ്യുക. അങ്ങനെ ടൈറ്റ് ചെയ്ത് വരണം എന്നാണ് ഹെഡിൻ്റെ കേട്ടോ. അങ്ങനെ പല ബോൾട്ടുകളും ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്തും ഊരുന്ന സമയത്തൊക്കെ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ബോൾട്ടും കൂടി ഊരിയിട്ട് വേണം ഹെഡ് കണ്ട് അയച്ചെടുക്കാനായിട്ട് തോന്നുന്നത്. എല്ലാ ബോൾട്ടും നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഹെഡ് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ നമുക്ക് പൊന്തിങ്ങോട്ട് എടുക്കാൻ പറ്റും. എടുക്കുന്നത്
എന്നാലും ഞാനിത് എടുത്ത് മാറ്റട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹെഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. കൈ കൊണ്ടുള്ള പരിപാടി ആയതുകൊണ്ട് കേട്ടോ അത് പോരാൻ പണി. 2 കൈ ഉപയോഗിച്ചപ്പോൾ കറക്റ്റ് ഊരി ചാടി. അത് പോകണം. ഹെഡിൻ്റെ ബോൾട്ടാണ് ആ ഊരി ചാടിയത്. ഹെഡിൻ്റെ ബോൾട്ട് മാത്രമല്ല, ഹെഡ് കാണിച്ചു തരാം. ഹെഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് 4 വാസറുണ്ടാവും, അതേപോലെ തന്നെ ഒരു ബോൾട്ടും ഉണ്ടാവും. ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാട്ടോ. ഇതുണ്ടോ, ഇതിനുള്ളിൽ വാസറുണ്ടാവും. ആ വാസറൊന്നും കളയരുത്. ഫുൾ പാക്കിംഗ് കിറ്റിൽ ഈ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കളഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ കളഞ്ഞോ, കിട്ടാനില്ല കളയരുത്. ഇതുണ്ടോ, ഇവിടെ ഒരു വാസറുണ്ട്. ഒക്കെ വാസറും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് എടുത്ത് വെക്കണം, കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു വാസർ, 4 വാസർ ഓക്കെയാണ്. ഒരു ബോൾട്ട് അവിടെ മിസ്സിങ് ആയിന്, ഇത് നമ്മൾ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലെ ഹെഡിൻ്റെ അവസ്ഥ. ഇതിപ്പോൾ നമ്മൾ പിസ്റ്റൺ വർക്ക് എടുത്താട്ടോ. ഇതുണ്ടോ, പിസ്റ്റൺ വർക്ക് എടുത്താണ്, പുതിയ പിസ്റ്റനാണ് ഈ എടുക്കുന്നത്. കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ കിക്കർ ഉണ്ടോ, പിസ്റ്റൻ്റെ സൈസ് മുകളിലുണ്ടാവും. പുതിയ പിസ്റ്റനാണ് നമ്മളിപ്പോൾ കേട്ടോ. പുതിയ പിസ്റ്റൻ ഇട്ടതാണ്. ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും നമുക്കുണ്ട് അയച്ച് മാറ്റാം, അതാവും നല്ലത്. പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാക്കിങ് കയ്യിൽ പോയിട്ട് ആകെ ഡാമേജ് ആവും. ഹെഡ് പാക്കിങ് കൊണ്ട് എടുത്ത് മാറ്റാം. ഇത് സ്ലീവാട്ടോ, അതുകൊണ്ടാ കംപ്ലീറ്റ് സ്ലീവാണ്. പിസ്റ്റൻ്റെ സൈസ് എത്രയെന്നുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ടാവും പിസ്റ്റൻ്റെ സൈസ്. ഇത് കണ്ടിട്ട് 50 ആണ് എന്നാണ് എൻ്റെ ഒരു പിസ്റ്റൻ സൈസ് കണ്ടിട്ട് തോന്നുന്നത്. പുതിയ പിസ്റ്റനാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് കാർബൺ ഒന്ന് അടിഞ്ഞ് തുടങ്ങിയാണ് കേട്ടോ. പിസ്റ്റൻ സൈസ് ഇവിടെ ഇതിൻ്റെ മുകളിലാണ്. ആരോ മാർക്കിൻ്റെ സൈഡിലായിട്ടാണ് പിസ്റ്റൻ സൈസ് ഉണ്ടാവുക. 50 ആണ് എന്നാണ് എനിക്ക് പിസ്റ്റൻ കണ്ടിട്ട്. എന്തായാലും 25 അല്ല, 50 കേട്ടോ. ഇവിടെ ഉണ്ടോ, ഇവിടെ 50 കൊടുത്തിട്ടുണ്ട്. ക്യാമറയിൽ ക്യാപ്ചർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. പിസ്റ്റൺ സൈസ് 50 ആണ് കേട്ടോ. സ്ലീവാണ്. സ്ലീവ് ഒന്ന് റോങ് ആണ്. ഒരു സ്ലീവ് റോങ് ആയിട്ടാണ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടർ അതിൻ്റെതായ രീതിയിലുള്ള ഒച്ചപ്പാടും വേളൊക്കെ ഉണ്ട്. ഓക്കെ, സ്ലീവാണ്. അതേപോലെ തന്നെ 2 സ്ലീവ് ഉണ്ട്. 1, 2. ഈ രണ്ടാമത്തെ സ്ലീവ് റോങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും സിലിണ്ടർ ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സിലിണ്ടർ നമ്മൾ ഇടും, നല്ല സിലിണ്ടർ ഇടും. അത് ശരി, പവറിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അത് പോർട്ട് ചെയ്തുകൊണ്ട് പവറിൽ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാ ഒരു നല്ല പവറും ജിയുടെ ഒരു പവറും അതിനേക്കാൾ ഡബിൾ പവർ കാര്യങ്ങളൊക്കെ ഉണ്ട് പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിസ്റ്റൻ ഇപ്പോൾ നമ്മൾ പിസ്റ്റൻ വർക്ക് എടുക്കുന്നത് പുതിയ പിസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു ചവിട്ടിപ്പൊളിൻ്റെ മക്കളെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുതിയ സിലിണ്ടർ ഇടാനായിട്ട്. ഓക്കെ, എന്തായാലും നമുക്കിനി അടുത്ത പരിപാടി എഞ്ചിൻ ഇറക്കുന്ന പ്രോസസ്സാണ്. എഞ്ചിൻ ഇറക്കായിട്ട് ഇവിടുത്തെ 3 ബോൾട്ടും ചേസിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ച് മാറ്റണം. നമ്മൾ RX-ൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഊരി അയച്ച് മാറ്റിയിട്ട് വേണം എഞ്ചിൻ ഇറക്കാനായിട്ട്. അപ്പോൾ ഞാൻ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ബാക്കിൽ പറഞ്ഞുതരാം. ബോൾട്ട് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്, അതിന് തട്ടി കൊടുക്കാനുള്ളൂ. ഇനിയുള്ള കലാപരിപാടികൾ ഈ ഭാഗത്താണ്. നമ്മൾ ക്ലച്ച് കവർ ഊരണം, ക്ലച്ച് അയക്കണം, ഇവിടുത്തെ ബോൾട്ട് അയക്കണം, ഒരുപാട് പരിപാടികൾ ഇനിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ തയ്ക്കാനായിട്ട് നമ്മുടെ ഗിയർ ലീവർ അയച്ച് മാറ്റണം. അയച്ചാലേ നമുക്ക് ക്ലച്ച് കവർ കൊണ്ട് അയച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ മൈനസ് എടുത്തിട്ട് ഇതിൻ്റെ ലോക്ക് എടുക്കണം. എഞ്ചിനൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. പെയിൻറ്റിങ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അത്രയും വൃത്തിയുള്ളത്. ഓക്കെ, ഇതൊന്നും കളയരുത് കേട്ടോ. നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കളയരുത്. ഞാനിതിപ്പോൾ ഇങ്ങനെ കൊട്ടയ്ക്ക് ഇങ്ങനെ വാരി ഇടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ സംഭവങ്ങളൊക്കെ പുതിയത് ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയാം എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെ ഊരിയിട്ടുണ്ട്, ഇതന്നെയല്ലേ പരിപാടി. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ ഊരിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാം. എന്തൊക്കെ പാർട്സ് എവിടെയൊക്കെ മിസ്സിങ് ഉണ്ടാവുക, എവിടെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ എനിക്ക് കറക്റ്റ് അറിയുന്നതുകൊണ്ടാണ്. 10 രൂപ വണ്ടി നമ്മളിപ്പോൾ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം തന്നെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് എൻ്റെ പൊന്നോ അങ്ങനെ എടുത്ത് എറിയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ റിലീവർ അയച്ചു മാറ്റി. ഇനി ഇത് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ് ഇടേണ്ടി വരും. അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവും. ടൈറ്റിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടൈറ്റ് നമ്മൾ ഊരി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിറ്റ് തന്നെ നിർബന്ധമാണ്. ബിറ്റ് എടുക്കുക. PH3 PH2 PH3 ആണിത്.
8ൻ്റെ ബോക്സുമ കണക്ട് ചെയ്യുക. 8ൻ്റെ ടീമ കണക്ട് ചെയ്യുക, ബോക്സുമല്ല ടീമ കണക്ട് ചെയ്യുക. ദെൻ കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചുറ്റിക്കെടുക്കുക. ഓക്കെ, ജസ്റ്റ് തിരിച്ചു നോക്കാം. കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും തട്ടുക. തുക്കുക. അപ്പം ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ട്രൈ ചെയ്യുക. ഒക്കെ അതേപോലെ തന്നെയാണ്. അപ്പോൾ PH2 ഇട്ട് വെക്കുക. PH2 അതിൻ്റെ സംഭവങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ PH2 ആണ് മാച്ചിങ്. PH2 ഇട്ടാൽ ഇത് സംഭവം റെഡിയാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എടുക്കുക, ബോക്സ് ഇടുക. വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, അതിൻ്റെ ടോർക്കും കണ്ട് പൊട്ടിച്ചു കൊടുക്കുക. ഇതുണ്ടോ, 1. അടുത്ത ടോർക്ക് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. കുറച്ച് ടൈറ്റ് ഉണ്ടാവും. അത് നമ്മൾ ക്ഷമയോടെ എങ്ങനെയാണോ നമ്മൾ അയച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഏത് ബോൾട്ടാണെന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഓക്കെ, ഞാനത് അയച്ചെടുത്തിട്ട് കാണിച്ചു തരാം. കുറേ സമയം മെനക്കെട്ട് നോക്കി, പക്ഷെ കിട്ടുന്നില്ല. ഇവിടുത്തെ ബോൾട്ട് കണ്ടോ നിങ്ങൾ? ഈ ബോൾട്ടിൻ്റെ ത്രെഡ് പോയിട്ട് ഈ സ്ക്രൂവിൻ്റെ ത്രെഡ് പോയി കിടക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം അയച്ച് നമ്മൾ ഇവിടുത്തെ ആണെങ്കിലും ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ എൻജിൻ നമുക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബോൾട്ട് അയക്കണമല്ലോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഇവിടെ സ്പാൻഡർ ഇട്ടിട്ട് നമുക്ക് ആ 2 ബോൾട്ട് നമ്മൾ അയച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ക്ലച്ച് കവർ അയക്കാതെ നമുക്ക് ആ ബോൾട്ട് അയച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നമായിട്ട് കിടക്കുന്നത്. ഈ ബോൾട്ട് അയച്ചെടുത്താലും ആ ബോൾട്ട് അയ്യാതെ എൻജിൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതെന്തായാലും അയക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇതുവരെ ഞാൻ നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് ചുറ്റി വെച്ച് അടിച്ചൊക്കെ നോക്കി, പക്ഷേ കിട്ടുന്നില്ല. ഇനി കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ എൻജിൻ കേസ് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ പണിയാവും. ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആക്സിൽ വരുന്നുണ്ട്. ആക്സിൽ പുറത്തേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്ലച്ച് കവർ വരാതെ ആക്സിൽ ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല. ബോൾട്ട് ഇവിടെയും ഇവിടെ നെട്ടും ഇവിടെ ബോൾട്ടുമാണ്. അപ്പോൾ ആക്സിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് കവർ തന്നെ അയക്കണം. അപ്പോൾ അതിനുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും കിട്ടിയാൽ അപ്പോൾ തന്നെ നിങ്ങൾ അറിയിക്കാം. എൻ്റെ പൊന്നെ മക്കളെ, ഈ സാധനം കിട്ടാനായിട്ട് ഞാൻ ഒരു 3/4 മണിക്കൂർ ഇരുന്ന് മെനക്കെട്ട് കേട്ടോ. ലാസ്റ്റ് ഗ്രൈൻഡർ വെച്ച് ത്രെഡ് പോയതുകൊണ്ട് ഗ്രൈൻഡർ വെച്ച് മൈനസ് ആക്കിയിട്ട് മൈനസിൻ്റെ റിബിറ്റ് ഇട്ടിട്ട് ഇട്ടാണ് ഇതിൻ്റെ ടോർക്ക് പൊട്ടിയിട്ടുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൂട്ടായ ബോൾട്ടല്ല സ്ക്രൂ അല്ല അതിലിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കിട്ടാൻ കുറച്ചൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ. എത്ര മെനക്കെട്ടിട്ട് അവിടെ കിട്ടിയത് ഇതാണോ. ഇപ്പോഴാണിത് ഇതിൻ്റെ ടോർക്കൊന്ന് പൊട്ടിക്കിട്ടിയത്. സമാധാനമായി. ചിലത് അങ്ങനെ കേട്ടോ, ചിലതുകൊണ്ട് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നയിക്കന്നെ വേണം. എത്ര മെനക്കെട്ടാറിയത് എടുക്കാനായിട്ട്. ഓക്കെ, എന്തായാലും ഞാനിത് ക്ലച്ചർ അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അയച്ചെടുക്കുന്ന ബോൾട്ട് കാണിച്ചു തരാം. ഞാൻ അടിച്ചടിച്ച് ബെൻഡായിന്. ഇത്ര ചെറിയ ബോൾട്ടാണ് അയച്ചെടുക്കാനുള്ളത്. പക്ഷേ ഇതിൻ്റെ ഈ ത്രെഡ് പോയതുകൊണ്ട് സംഭവം കിട്ടുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് മൈനസ് വെച്ച് ത്രെഡ് ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ കിട്ടിയത്. 1/2 മണിക്കൂർ പോയി മെനക്കെട്ടു ടൈമ്. 1/2 മണിക്കൂർ പോയി. ഓക്കെ, കവർ അയച്ച് എന്താ പാട് നോക്കാം. ആകെ ഈ സോയിലാവാൻ ചാൻസ് ഇല്ല. വലിയ വൃത്തികേടില്ല കവർ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ഉള്ളതുണ്ട്. ഇനി നമുക്ക് ക്ലച്ച് റാഡ് എന്താ അവസ്ഥ നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലച്ച് റാഡ് തന്നെയായിരുന്നു ആ ഒരു പയ്യൻ്റെ വണ്ടിയുടെ ബോൾസ് കാര്യങ്ങൾ. ഇതിനുള്ളിലോട്ട് ബോൾസ് ഇട്ടെടുക്കും, അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് അയച്ചെടുക്കണം. അയച്ചെടുത്തിട്ട് ചെയിൻ ഊരിയിട്ട് വേണം എൻജിൻ ഇറക്കാനായിട്ട്. ഈ ആക്സിൽ ഊരണം എന്നുണ്ടെങ്കിൽ ഈ ക്ലച്ച് കവർ അയക്കണം ഉണ്ടോ. ഈ ഒരു ചെറിയ ആക്സിൽ ഊരി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്നാലേ എൻജിനുണ്ട് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻജിന് ഫ്രീ ആയിട്ടുണ്ടാവും. കാണിച്ചു തരാം, ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇളക്കിത്തരാം. ഒറ്റ കൈ കൊണ്ടായതുകൊണ്ടാണ് കേട്ടോ. എൻജിൻ നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ നമുക്ക് ചെയിനും കൂടെ അയച്ചു കഴിഞ്ഞാൽ എൻജിൻ എടുത്ത് വെക്കാം. ഞാൻ ചെയിൻ അയച്ചിട്ട് എൻജിൻ എടുത്ത് വെക്കുന്ന വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെയിൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയിനൊക്കെ കൂടെ ചുരുട്ടി കൂട്ടി നമുക്ക് ഈ പാക്കിൽ എടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ,
ഈ പാത്രത്തിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാർബറേറ്റർ ഉൾപ്പെടെ നമ്മൾ ഈ പാത്രത്തിലായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഇൻറ്റീരിയർ പാർട്സ് മൊത്തം ഇതിലുണ്ട്. എക്സ്റ്റീരിയർ പുറത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി എൻജിൻ ഇറക്കണം. എൻജിൻ ഫ്രീ ആയിട്ടോ. എൻജിൻ എല്ലാ ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ച് സെറ്റായി. ഇനി എൻജിനോട് ഇറക്കി വെച്ചാൽ മതി. ക്ലച്ച് കവർ ഇതാ ഇവിടെ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ക്ലച്ച് കവറും കൂടെ ഊരിയിട്ട് സെറ്റാക്കാം. ഓക്കെ, എന്നാലും എൻജിൻ ഞാൻ ഇറക്കി വെക്കാം. എൻജിൻ ഇറക്കായിട്ട് നമ്മളിത് എനിക്ക് എന്തായാലും ഈ വീഡിയോ ഇറക്കി വെക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കുള്ളൂ. വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങ് പൊക്കിയിട്ട് അതിലൂടെയാണ് ഇറക്കി വെക്കേണ്ടത്. ഇതിലൂടെ എങ്ങോട്ട് ഇറക്കി വെക്കാൻ കഴിയില്ല. അതിലൂടെ അങ്ങോട്ട് ക്ലച്ച് സൈഡിൻ്റെ ആ ഭാഗത്ത് കൂടെ നമ്മൾ ഇറക്കി വെക്കട്ടോ. അപ്പോൾ നല്ല ഇറക്കി വെച്ചിട്ട് ഞാനിവിടെ ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇറക്കി വെക്കാം. അങ്ങനെ വണ്ടി നമ്മൾ എല്ലും തോലാക്കിയിരിക്കുകയാണ്. എൻജിൻ ഇതവിടെ ഇരിക്കണം കേട്ടോ. എൻജിന് നമ്മൾ പൊക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണോ കംപ്ലീറ്റ് ഓയിലും ഇതൊക്കെ ആയിട്ട് യെല്ലോ കളർ ആയിട്ടുണ്ട്. അപ്പോൾ എൻജിൻ നമുക്ക് റീപെയിൻറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് റീപെയിൻറ്റ് ചെയ്യാനുള്ളൂ. അതേപോലെ തന്നെ ഹെഡ് ഇരിക്കുന്നത്, ഹെഡ് റീപെയിൻറ്റ് ചെയ്യാനാണ്. ഹെഡ് റീപെയിൻറ്റ് ചെയ്യണം, സിലിണ്ടർ റീപെയിൻറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേസൊക്കെ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് പൊട്ടിയിട്ടിട്ട് നിർത്താനുണ്ട്. നിർത്തിയിട്ട് ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് ഒന്ന് ക്ലിയർ അടിച്ച് പെയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി ബാക്കിയുള്ള പാർട്സുകളൊക്കെ ഊരുന്നതോ കാര്യങ്ങളോ കാണിക്കണില്ല. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ടയർ കാര്യങ്ങൾ ഊരുക, ഹാൻഡിൽ ഊരുക, ഇതൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഊരി വൃത്തിയാക്കി കേട്ടോ. പ്രോപ്പർലി ചാർജ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻജിൻ വരെ നമ്മൾ കംപ്ലീറ്റ് ഊരി സെറ്റാക്കി. ഇനി ബാക്കിയുള്ള ഇനി ടോട്ടൽ ഒരു MRI സ്കാനിങ് എടുത്തിട്ട് എവിടേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത് നോക്കണം. എന്നിട്ട് വേണം രോഗത്തിനുള്ള ചികിത്സ നമ്മൾ കൊടുക്കാനായിട്ട് കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാനുണ്ട്. കാണിച്ചു തരാം. ഫസ്റ്റത്തെ പ്രോബ്ലം ഈ ബ്രേക്കിങ് നമുക്കിപ്പോൾ ജാമായി കിടക്കുന്ന ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ചേസിൻ്റെ ഇത് തേയ്മാനം വന്ന് ഓവൽ ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ വാസർ വെച്ചിട്ട് കറക്റ്റ് വെൽഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സെൻറ്റർ സ്റ്റാൻഡിൻ്റെ പിന്ന് പോകുന്ന രൂപത്തിൽ മാത്രം വെൽഡ് ചെയ്ത് സെറ്റാക്കണം. എന്നാലേ ഈ ബ്രേക്കിങ് പക്കയാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനിത് അയച്ചത്. ഇതിൻ്റെ സ്പ്രിങ്ങും റിട്ടണൊക്കെ പോകുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് നേരാക്കാലത്ത് ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മഴക്കാലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിന്ന് തല കീയായി മറിഞ്ഞു കുത്തി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? നമുക്ക് തന്നെ പണി അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ നല്ല രൂപത്തിലാട്ടോ ഇപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള പാർട്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ബോഡി പാനൽ, എൻജിൻ ഗാർഡ് സംഭവങ്ങളൊക്കെ, ഇൻറ്റീരിയർ പാർട്സുകളൊക്കെ നമ്മളിത് ഈ കൊട്ടിയിൽ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ വണ്ടി. ഇത്രയേ ഉള്ളൂ RX ശരിക്ക്. ഈ ഒരു കൊട്ടിയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അതേപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയായി. ആ ഭാഗങ്ങളിലേക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ നുള്ളിപ്പെറുക്കി ഇതിലേക്ക് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടിയായി. ഓക്കെ, ഇനി ക്ലച്ചും കാര്യങ്ങളൊക്കെ അയക്കണം. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ഒക്കെ നുള്ളിപ്പെറുക്കി അതിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ വണ്ടികൾ അയക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നുള്ളിപ്പെറുക്കി ഇടുന്ന സമയത്ത് അത് സെറ്റ് ചെയ്യാൻ അറിയുമോ എന്നുള്ള കാര്യം ആലോചിക്കാം. എന്നിട്ട് നുള്ളിപ്പെറുക്കി കേട്ടോ. ഞാൻ നുള്ളിപ്പെറുക്കിട്ട പോലെ നുള്ളിപ്പെറുക്കിടാൻ നിങ്ങൾ നോക്കരുത്. നിങ്ങൾ കറക്റ്റ് സെറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നുള്ളിപ്പെറുക്കി ഇടുക. എനിക്കിപ്പോൾ ഇത് അത്യാവശ്യം എല്ലാ വണ്ടികളും ചെയ്യാൻ അറിയുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം ഫുള്ള് പെറുക്കിയിട്ട് എനിക്ക് അതേപോലെ റീസെറ്റ് ചെയ്യാൻ അറിയുന്നതുകൊണ്ടും പുതിയത് കിട്ടിയാലും അത് എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതേപോലെ ചെയ്തത് കേട്ടോ. പിന്നെ ചോക്ക് കേബിളിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. ഇനിയിപ്പോൾ വീലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ എന്തായാലും വണ്ടി കംപ്ലീറ്റ് ആക്കും ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ട് കംപ്ലീറ്റ് അയച്ച് സ്റ്റോക്ക് കണ്ടീഷൻ ആക്കണം. അതേപോലെ തന്നെ അത്യാവശ്യം മോഡിഫിക്കേഷനൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. ഇപ്പോൾ നമ്മൾ ചേസും കാര്യങ്ങളൊക്കെ ഇനി വൃത്തിയാക്കാനുണ്ട്. അതേപോലെ പെയിൻറ്റിങ് ഉണ്ട്. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. ഫുള്ള് ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ക്ലച്ച് കവർ കാര്യങ്ങൾ, അതേപോലെ തന്നെ 5 സ്പീഡിൻ്റെ സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. പിന്നെ ഷോക്ക് പർച്ചേസ് ചെയ്യണം. അതേപോലെ തന്നെ ക്യാറ്റ് പെയിൻ്റ് അടിക്കണം. എഞ്ചിന് ഒന്നുകൂടെ പവർ ചെയ്യണമെന്നുണ്ട്. ചിലപ്പോൾ ഞാൻ 5 സ്പീഡ് ആക്കും. കംപ്ലീറ്റ് 5 സ്പീഡ് ആക്കാനുള്ള മൂഡ് വന്നു കഴിഞ്ഞാൽ അതാക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ അയക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ടും കണ്ടിട്ടും അയക്കുക. സാധനങ്ങൾ ഞാൻ നുള്ളിപ്പെറുക്കിട്ട പോലെ നുള്ളിപ്പെറുക്കിട്ടിട്ട് സെറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആകെ കുടുക്കി പോകും. പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കാണിക്കേണ്ടി വരും. ആവശ്യത്തിൻ്റെ പുറത്ത് പോയിട്ട് RX പോയിട്ട് അയക്കാതിരിക്കുക. എനിക്കിത് അറിയാവുന്നതുകൊണ്ടും പണി അറിയാവുന്നതുകൊണ്ടുമാണ് ഞാനത് അതേപോലെ അയച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കും വേണം, അത് അയക്കും വേണം എന്ന് പറയുമ്പോൾ അത്രത്തോളം പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും.
അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് നമ്മളെ വണ്ടി ഇപ്പോൾ MRI സ്കാനിൽ മെഷീനിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ ഞാൻ ചെക്ക് ചെയ്യും എന്തൊക്കെ കാര്യങ്ങളിൽ ചെയ്യണം, എന്തൊക്കെ പാർട്സുകളൊക്കെ മിസ്സിംഗ് ഉണ്ട്, ഫ്രണ്ടത്തെ വീലും കാര്യങ്ങളൊക്കെ ബെൻഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇനി റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ അതിൻ്റെ പിന്നായിട്ട് പോകണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോ കാണാം.